ഹലോ വെൽക്കം ടു ദ വീഡിയോ. അപ്പോൾ നമ്മൾ രണ്ട് വീഡിയോസിലായിട്ട് ഇപ്പം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻഫിനിറ്റ് സീരീസ് ഓഫ് റിയൽ നമ്പേഴ്സിനെ പറ്റിയാണ്. അപ്പം ഇന്ന് നോക്കാൻ പോകുന്ന കോൺസെപ്റ്റ് കൺവേർജൻസും ഡൈവേർജൻസുമാണ് ഇൻഫിനിറ്റ് സീരീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ എന്താണെന്ന് നോക്കാം. നമുക്കറിയാം എന്തായിരുന്നു ഇൻഫിനിറ്റ് സീരീസിനെ നമ്മൾ ഡിനോട്ട് ചെയ്തിരുന്നത്. സിഗ്മ എൻ ഇസ് ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി എ എൻ എന്ന് പറഞ്ഞായിരുന്നു നമ്മൾ ഇൻഫിനിറ്റ് സീരീസിനെ ഡിനോട്ട് ചെയ്തിരുന്നത്. സോ ലെറ്റ് സിഗ്മ എൻ ഇസ് ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി എ എൻ ബി എ സീരീസ് ഓഫ് റിയൽ നമ്പേഴ്സ് with partial sums Sn is equal to a1 plus a2 plus etc. an where n belongs to natural numbers. അപ്പം നമ്മൾ നേരത്തെ വീഡിയോസിൽ എന്താണ് ഇൻഫിനിറ്റ് സീരീസും അതുപോലെ എന്താണ് പാർഷ്യൽ സം എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് a1 a2 a3 a4 അങ്ങനെ an പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പ്ലസ് സം ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന ആ ഒരു സീരീസിനാണ് നമ്മൾ ഇൻഫിനിറ്റ് സീരീസ്. അതേസമയം അതിൻ്റെ അകത്തൊരു കുഞ്ഞു പാർട്ട് എടുത്ത് an വരെ മാത്രം നമ്മൾ സം നോക്കുമ്പോൾ അതിന് നമ്മൾ പാർഷ്യൽ സം എന്നുമായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ ഡെഫിനേഷൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പറയുന്നുണ്ട് ഇതൊരു സീരീസ് ആയിട്ട് എടുക്കുകയാണ്. അതുപോലെ പാർഷ്യൽ സമ്മിനെ ഇങ്ങനെ ഡിനോട്ടും ചെയ്യുന്നു. ഇഫ് ദ സീക്വൻസ് എസ് എൻ ഓഫ് പാർഷ്യൽ സം കൺവേർജസ് ടു എ ലിമിറ്റ് എൽ, അപ്പം ആദ്യം നമ്മൾ എടുക്കുന്ന കൺസിഡറേഷനാണ് എസ് എൻ എന്ന് പറയുന്ന ഈ പാർഷ്യൽ സം ഒരു ലിമിറ്റ് എല്ലിലേക്ക് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ, പാർഷ്യൽ സം കൺവേർജ് ചെയ്യുകയാണെങ്കിൽ we say that the series converges. അങ്ങനെയാണെങ്കിൽ പാർഷ്യൽ സം കൺവേർജ് ചെയ്യുകയാണെങ്കിൽ ഈ കംപ്ലീറ്റ് സീരീസ് കൺവേർജസ് ആൻഡ് ദാറ്റ് ദ സം ഇസ് എൽ. ഈ കംപ്ലീറ്റ് സീരീസ് കൺവേർജ് ചെയ്യുന്നത് മാത്രമല്ല അതിൻ്റെ സമ്മ് എൽ ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുമെന്ന് അറിയാം. a1 പ്ലസ് a2 പ്ലസ് അങ്ങനെ an പ്ലസ് കണ്ടിന്യൂസ് പോവാണ്, കാരണം ഇൻഫിനിറ്റി വരെ പോകുന്ന സമ്മേഷനാണല്ലോ. ഇസ് ഈക്വൽ ടു സിഗ്മ എൻ ഇസ് ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി an ഇസ് ഈക്വൽ ടു എൽ എന്ന് എഴുതാൻ പറ്റും. ഏത് സാഹചര്യത്തിൽ? പാർഷ്യൽ സം ഒരു ലിമിറ്റ് എല്ലിലോട്ട് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ, മൊത്തം നമ്മൾ എടുക്കുകയല്ല, അതിൻ്റെ അകത്തൊരു പാർട്ട് എടുത്ത് ആ പാർഷ്യൽ സം ഒരു ലിമിറ്റ് എല്ലിലോട്ട് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ സീരീസ് അതിൻ്റെ സമ്മേഷൻ എല്ലാണെന്ന് നമ്മൾ പറയുന്നു. അതുപോലെ തന്നെ സീരീസ് കൺവേർജ് ചെയ്യുന്നു പറയുന്നു. അതുപോലെ ഇഫ് ദ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം ഓഫ് സീരീസ് ഡസൻ കൺവേർജ് വി സേ ദാറ്റ് ദ സീരീസ് ഡൈവേർജസ്. അതാണ് ബേസിക്കായിട്ട് സീരീസിൻ്റെ അകത്ത് പാർഷ്യൽ സം എടുത്ത് ആ പാർഷ്യൽ സം കൺവേർജ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സീരീസും കൺവേർജ് ചെയ്യുന്നു, ഇസ് ഈക്വൽ ടു എൽ എന്ന് പറയുന്നു. ഡൈവേർജ് ആണെങ്കിൽ ഡൈവേർജ്. അതാണ് കൺവേർജൻസും ഡൈവേർജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ സംഭവിക്കുന്നത്? അപ്പോൾ നമ്മൾ ഒരു സീരീസ് എടുക്കുകയാണ്, a1 a2 a3 an പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നൊരു സീരീസ് എടുക്കുക. അതിൻ്റെ അകത്തൊരു കുഞ്ഞി പോർഷൻ എടുക്കുകയാണ് an വരെയുള്ളത്. ഈ an വരെ എടുക്കുമ്പോൾ നമ്മളിത് ആഡ് ചെയ്ത് പോകുമ്പം ഈ ആഡ് ചെയ്ത് പോകുന്ന അനുസരിച്ച് ഇപ്പം നമ്മൾ a1 മാത്രം എടുക്കുകയാണെങ്കിലും a1 പ്ലസ് a2 എടുക്കുകയാണെങ്കിലും a1 പ്ലസ് a2 പ്ലസ് a3 എടുക്കുകയാണെങ്കിലും a1 പ്ലസ് a2 പ്ലസ് a3 പ്ലസ് a4 എടുക്കുകയാണെങ്കിലും എങ്ങനെയൊക്കെ നമ്മൾ മുന്നോട്ട് പോകുന്ന ഉത്തരം ഒരു പർട്ടിക്കുലർ നമ്പറിലോട്ട് ഈ സമ്മേഷൻ എല്ലാം കൂടി വന്ന് കൂടിച്ചേരുകയാണ്, ഒരു നമ്പറിലോട്ട് വന്ന് കൂടിച്ചേരുകയാണ്. അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഈ പാർഷ്യൽ സമ്മ് കൺവേർജസ് ടു എ ലിമിറ്റ് അല്ലെന്ന് പറയാൻ പറ്റും. അപ്പം പാർഷ്യൽ സം കൺവേർജ് ചെയ്യുമ്പോൾ എന്താണ്? സീരീസും കൺവേർജ് ചെയ്യും. അപ്പം ഈ കുഞ്ഞി പാർട്ടിൽ തന്നെ ഒരു പർട്ടിക്കുലർ നമ്പറിലോട്ട് ഇത് കൺവേർജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയൊക്കെ പോയാലും ഈ ഒരു നമ്പറിലോട്ട് എത്തുന്നത്. അപ്പം നമ്മളതൊരു ഇൻഫിനിറ്റി വരെ പോകുമ്പം പിന്നെയും ഈ ഒരു നമ്പറിലോട്ട് തൊട്ടടുത്തെത്താനുള്ള സാധ്യത കൂടുവാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഈസ് ഈക്വൽ ടു ആ പർട്ടിക്കുലർ നമ്പർ എൽ എന്ന് നമുക്ക് ആ വലിയ ഇൻഫിനിറ്റി വരെ പോകുന്ന സീരീസിനെ നമുക്ക് എഴുതാൻ പറ്റും. അതാണ് നമ്മളിവിടെ പറഞ്ഞത്. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ നോക്കാം. കൺസിഡർ ദ സീരീസ്. നമ്മളൊരു എക്സാമ്പിളായിട്ട് സീരീസ് എടുക്കുകയാണ്. 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് 1/16 എന്ന് പറഞ്ഞ് കണ്ടിന്യൂസ് ആവുന്ന ഒരു സീരീസ് എടുക്കുകയാണ്. ഇനി നമ്മളിതിൻ്റെ പാർഷ്യൽ സം എടുക്കുകയാണ്. അപ്പോൾ എസ് എൻ ആലോ പാർഷ്യൽ സം. ഈ എൻ എന്ന് പറയുന്ന വാല്യൂ 1 ആവാം, 2 ആവാം, 3 ആവാം, എന്തും ആവാം. അപ്പം S1 എടുക്കുകയാണ് 1/2. S2 ആകുമ്പോഴെന്താണ് 1/2 പ്ലസ് 1/4. S3 ആകുമ്പോഴോ 1/2 പ്ലസ് 1/4 പ്ലസ് 1/8. അപ്പം ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം നമുക്ക് കാണാൻ പറ്റും ഇത് ഏതൊക്കെ നമ്പർ എടുക്കുമ്പോഴും ഇതെല്ലാം 1ൻ്റെ അടുത്തോട്ടാണ് വരുന്നത്. 1ൻ്റെ മുകളിലോട്ടല്ല, 1ൻ്റെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ എസ് എൻ എന്ന് പറയുന്ന ഈ സീരീസ്, ജിയോമെട്രിക് സീരീസ് നമുക്ക് a × 1 - r ഹോൾ റേസ് ടു n ഡിവൈഡ് ബൈ 1 - r എന്ന രീതിയിൽ എഴുതിയിട്ട് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഇതിനകത്ത് a എന്ന് പറയുന്ന ഫസ്റ്റ് ടേം, r എന്ന് പറയുന്ന റേഷ്യോ. അപ്പോൾ എങ്ങനെയാണത് വരുന്നതെന്ന് നോക്കാം. a is equal to 1/2, ratio is equal to 1/2. Sn എന്ന് പറയുന്നത് എന്താണ്? 1/2 ഇൻറ്റു 1 മൈനസ് 1/2 ഹോൾ റേസ് ടു n ഹോൾ ഡിവൈഡ് ബൈ 1 മൈനസ് 1/2. 1/2 ഈ 1/2 1 മൈനസ് 1/2 എന്നാൽ 1/2 ഈ 1/2 ഈ 1/2 ക്യാൻസലായി. പിന്നെ എന്താ ബാക്കിയുള്ളത്? 1 മൈനസ് 1/2 ഹോൾ റേസ് ടു n. അപ്പോൾ Sn എന്ന് പറയുന്നത് 1 മൈനസ് 1/2 ഹോൾ റേസ് ടു n. അപ്പോൾ നമുക്ക് എന്നിൻ്റെ വാല്യൂ 1 ഇട്ടാലാണ് ഏറ്റവും ഹയസ്റ്റ്. 2 ഇട്ടാലും 3 ഇട്ടാലും എങ്ങനെ കൂടുന്നു? ഡിനോമിനേറ്റർ കൂടുന്നതനുസരിച്ച് ഈ രണ്ടാമത്തെ ടേം 0യിലോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 1 മൈനസ് 0യിലോട്ട് എടുക്കുന്ന വളരെ കുഞ്ഞ് നേരിയ ടേമാണ്. അപ്പം എത്ര നമ്മൾ n കൂട്ടുന്നു അതിനനുസരിച്ച് ഇൻഫിനിറ്റി വരെ പോകുമ്പോൾ
എന്താണ്, ഈ എന്നിൻ്റെ വാല്യൂ കൂടുമ്പം ഈ 2 എന്നുള്ള വാല്യൂ കൂടുവാണ്. അപ്പം 2 ആകുമ്പം അതിനേക്കാളും ചെറുതാണ് 2 ഡിനോമിനേറ്റർ കൂടുന്നതനുസരിച്ച് എന്താണ്, ഈ ഹാഫ് എന്നുള്ള ഈ ടേമിൻ്റെ ഡിനോമിനേറ്ററിൻ്റെ പവർ കൂടുന്നതനുസരിച്ച് അത് 0 അടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ 1 വളരെ വളരെ നേരിയ ഒരു നമ്പർ മൈനസ് ആകുന്നതിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എസ് എൻ എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് കിട്ടിയ ഫോർമുല. അപ്പോൾ എങ്ങനെ പോയാലും 1 ഉണ്ട്. അപ്പോൾ ഈ 1ൻ്റെ അടുത്തോട്ട് ഇത് കൺവേർജ് ആവുമെന്ന് നമുക്ക് മനസ്സിലാവും. നൗ ലെറ്റ്സ് കൺസിഡർ വാട്ട് ഹാപ്പൻസ് ഇഫ് n approaches infinity. ലിമിറ്റ് n is approaching infinity. Sn is equal to, അപ്പോൾ നമ്മൾ രണ്ട് സൈഡിൽ ഇൻഫിനിറ്റി കൊടുക്കുകയാണ്. ലിമിറ്റ് n tends to infinity 1 - 1/2 whole raised to n. As n gets larger and larger, 1/2 whole raised to n gets closer and closer to 0. 0 ക്ലോസർ ആവുകയാണെ therefore limits n tends to infinity 1 - 1/2 whole raised to n is equal to 1 - 0 ക്ലോസ് ആവുന്നതുകൊണ്ട് നമ്മൾ 0 എന്നിട്ട് കൊടുക്കണം. 1 - 0 is equal to 1. അപ്പോൾ നമുക്ക് എന്താ എല്ലിൻ്റെ വാല്യൂ കിട്ടിയല്ലോ, 1 എന്ന് കിട്ടി. അപ്പോൾ ഇത് ഈ കംപ്ലീറ്റ് സീരീസ് നമ്മൾ എത്ര കൂട്ടിപ്പോകുന്നു അതിനനുസരിച്ച് നമ്മൾ നേരത്തെ കണ്ടിരുന്നു, നമ്മൾ ഓരോന്നും കൂടുന്നതനുസരിച്ച് ഇത് 1 അടുക്കുന്നു എന്നല്ലാതെ ഒരു വ്യത്യാസവും വരുന്നില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ കിട്ടിയ എല്ലാണെന്ത് 1 എന്നുള്ളത്. അപ്പോൾ നമുക്ക് 1 കിട്ടി. ദിസ് മീൻസ് ദാറ്റ് ദ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം കൺവേർജസ് ടു 1. In other words, even though the partial sum keeps increasing, they get arbitrarily close to 1 but never actually exceeds it. അപ്പോൾ നമ്മളൊരു സീരീസ് എടുക്കുന്നു. അപ്പോൾ ആ സീരീസ് നമ്മൾ മുന്നോട്ട് പോകുന്ന സമേഷൻ അതിൻ്റെ പാർഷ്യൽ സം എടുക്കുകയാണ്. ചിലപ്പം പാർഷ്യൽ സം എന്ന് പറയുമ്പോൾ ആദ്യത്തെ 5 ടേം ആയിരിക്കും നമ്മൾ പാർഷ്യൽ സം എടുക്കുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ 10 ടേം ആയിരിക്കും. അപ്പോൾ നമ്മൾ എത്ര പാർഷ്യൽ സം എടുക്കുമ്പോഴും അതെല്ലാം 1ൻ്റെ അടുത്തോട്ടാണ് ഈ എക്സാമ്പിൾ കൊടുത്ത സീരീസിന് 1ൻ്റെ അടുത്തോട്ടാണ് വരുന്നത്. അപ്പം ഈ കുഞ്ഞൊരു പോർഷൻ നമ്മൾ സം എടുക്കുമ്പോൾ 1ൻ്റെ അടുത്തോട്ട് അത് കൺവേർജ് ആകുന്നത് കൊണ്ട് നമ്മൾ അതിൻ്റെ ഇൻഫിനിറ്റ് സീരീസ് 1 തന്നെ കൺവേർജ് ചെയ്യുന്നു. അഥവാ ആ ഇൻഫിനിറ്റ് സീരീസിൻ്റെ സമ്മേഷൻ 1 ആണെന്ന് നമ്മളിവിടെ കാണുന്നു. അതാണ് നമ്മൾ ഈ എക്സാമ്പിൾ കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്.